അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 1ാമത്തെ പാഠം അദ്ദർസുൽ അവ്വൽ പാഠം 1 അൽ ഇഖ്ലാസ്. ഇഖ്ലാസിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഈ പാഠത്തിലുള്ള ഭാഗവും അതിനുശേഷമുള്ള തദ്രീബാത്തും കൂടി നോക്കാം. പാഠഭാഗത്തിൽ നിന്നാണ് കൂടുതൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. തദ്രീബാത്തും കൂടി അതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ്. അൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒന്നാണ് ഇഖ്ലാസ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് നോക്കാം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നമ്മുടെ സർവ പുണ്യകർമ്മങ്ങളും റബ്ബിൻ്റെ പ്രീതി ലക്ഷ്യമാക്കി മാത്രമായിരിക്കണം. നമ്മുടെ നിസ്കാരവും മറ്റും മാതാപിതാക്കളുടെ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആകരുത്. അള്ളാഹു പറയുന്നു, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അഥവാ നമ്മളോട് അള്ളാഹു ഇബാദത്തിന് കൽപ്പിക്കപ്പെട്ടത് ഇഖ്ലാസോടുകൂടി ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ അമലുകൾ ജനങ്ങൾ കാണാനോ അവരുടെ പ്രശംസ നേടാനോ ആകരുത്. നമ്മുടെ അമലുകൾ ജനങ്ങൾ കാണാനോ അവരുടെ പ്രശംസ നേടാനോ ആയിരിക്കരുത്. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ പറയുന്നു, അഖ്ലിസ് വദാ അൻ ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. അഖ്ലിസ് വദാ അൻ ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലവും ശിക്ഷയിൽ നിന്നുള്ള മോചനവും ആഗ്രഹിച്ചു കൊണ്ടുള്ള ഇബാദത്ത് 2ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലവും ശിക്ഷയിൽ നിന്നുള്ള മോചനവും ആഗ്രഹിച്ചു കൊണ്ടുള്ള ഇബാദത്ത് 2ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന് ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ 3ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന് ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ 3ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അതിൽപ്പെട്ടതാണ് ദാരിദ്ര്യം വരാതിരിക്കാനായി എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതൽ. അതിൽപ്പെട്ടതാണ് ദാരിദ്ര്യം വരാതിരിക്കാനായി എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതൽ. 40 ദിവസം ഇഖ്ലാസോടുകൂടി അമൽ ചെയ്താൽ ഹിക്മത്തുകളുടെ അറിവുകളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 40 ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താൽ ഹിക്മത്തുകളുടെ അരുവികളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാ അമലുകളും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്ന് നമുക്ക് തദ്രീബാത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. തദ്രീബാത്തിലെ 1ാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്.
ചോദ്യം 1, ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്ത്? റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ചോദ്യം 2, ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? ഉത്തരം, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ചോദ്യം 3, സൂറത്തുൽ വാഖിയ ഓതിയാലുള്ള നേട്ടം എന്താണ്? സൂറത്തുൽ വാഖിയ ഓതിയാലുള്ള നേട്ടം എന്താണ്? ഉത്തരം, ദാരിദ്ര്യം വരാതിരിക്കുക. ദാരിദ്ര്യം വരാതിരിക്കുക. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സൂറത്തുൽ ഇഖ്ലാസ് നിത്യമാക്കേണ്ടത്. ചോദ്യം 4, ഹിക്മത്തിൻ്റെ അരുവികളെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കും ആർക്ക്? ഹിക്മത്തിൻ്റെ അരുവികളെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കും ആർക്ക്? ഉത്തരം, 40 ദിവസം ഇഖ്ലാസോടുകൂടി അമൽ ചെയ്താൽ. 40 ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താൽ ഹിക്മത്തുകളുടെ അരുവികളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ആശയം കണ്ടെത്താം എന്നുള്ളതാണ്. അഥവാ ഇവിടെ നൽകിയ വിഷയങ്ങളുടെ അർത്ഥം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ആയത്ത് നൽകിയിട്ടുണ്ട്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്ക് നല്ലപോലെ പഠിക്കാനും അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إنا فتحنا لك